മനുഷ്യനെ തന്റെ ഭാര്യയോട് കൂട്ടിച്ചേർത്തു. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് വിളിച്ചു പറഞ്ഞു പരീശന്മാരോട്, ഏതു കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചപ്പോൾ, ആദിയിൽ അവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്, ഇനി മേലാൽ അവർ രണ്ടും രണ്ടല്ല ഒന്നത്രേ എന്ന് ബൈബിൾ വ്യക്തമാക്കി. ഞാൻ ചോദിക്കട്ടെ, ഈ കുടുംബം എന്ന സംവിധാനത്തെ ഉണ്ടാക്കിയത്, കുടുംബം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമുള്ള വാല്യുള്ള ഏറ്റവും മനോഹരമായ ഈ കാര്യത്തെ ഭൂമിയിൽ ചമച്ചത്, പണിതുയർത്തിയത് ദൈവത്തിന്റെ കരമല്ലേ? ആണോ? എന്റെ ചോദ്യം, ഇന്ന് പൈശാചിക ലോകം ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്, മാധ്യമങ്ങളിലൂടെ നോക്കുമ്പോൾ, വാർത്തകളിലൂടെ നോക്കുമ്പോൾ, പത്രവാർത്തകളിൽ, ചാനലുകളിൽ, സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നാം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ പൈശാചിക മേഖല ആക്രമിക്കുന്നത്, തകർക്കുന്നത്, തകർക്കാൻ ശ്രമിക്കുന്നത്, ഐക്യത നഷ്ടപ്പെടുത്തുന്നത്, സ്നേഹമില്ലാതാക്കുന്നത്, ബന്ധങ്ങളെ ശിഥിലമാക്കുന്നത് കുടുംബം എന്ന വ്യവസ്ഥയോടല്ലേ? എന്താണ് അതിന്റെ കാരണമെന്നറിയാമോ? കുടുംബം ദൈവത്തിന്റെ സ്വപ്നമാണ്. കുടുംബം ദൈവത്തിന്റെ സംവിധാനമാണ്. അവൻ സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ ദൈവമാണ്. രണ്ടാമതായി, ദൈവത്താൽ സ്ഥാപിതമായ, ദൈവം എന്റേത് എന്ന് പറഞ്ഞ മറ്റൊരു സംവിധാനമാണ് ദൈവത്തിന്റെ സഭ. ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് യേശു നിൽക്കുമ്പോൾ ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് ചോദിക്കുമ്പോൾ ചിലർ ഏലിയാവെന്നും, ചിലർ സ്നാപക യോഹന്നാനെന്നും, ചിലർ ഇരമ്യാവെന്നും വിളംബരം ചെയ്യുമ്പോൾ, വിളിച്ചു പറയുമ്പോൾ, യേശു കർത്താവ് പത്രോസിനെ നോക്കി ചോദിച്ചു, ശിഷ്യന്മാരെ നോക്കി ചോദിച്ചു, നിങ്ങളോ ഞാൻ ആരെന്ന് പറയുന്നു? യേശുവിനെ നോക്കി പത്രോസ് പറയുകയാണ്, അല്ലെങ്കിൽ കർത്താവിനെ നോക്കി കൂട്ടത്തിൽ നിന്ന് പത്രോസ് ഇറങ്ങി വന്ന് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാകുന്നു. ആ സമയത്ത് ആ ശിഷ്യനെ നോക്കി യേശു പറഞ്ഞു, ബെറയോന ശിമോനെ, നീ അനുഗ്രഹീതനാണ്, നീ ഭാഗ്യവാനാണ്. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. എന്നിട്ട് അവനെ നോക്കി യേശു പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പത്രോസിനോട് പറഞ്ഞ കർത്താവ്, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടുമെന്ന് ഉറപ്പ് നൽകിയ കർത്താവ്, എന്തും തുറക്കുവാനും എന്തും അഴിക്കുവാനുമുള്ള അധികാരത്തിന്റെ താക്കോൽ ആത്മതലത്തിൽ നിന്ന് അഖിലാണ്ടത്തിന്റെ ഉടയവൻ അവന് കൈമാറ്റം ചെയ്യുമ്പോൾ, ഒരു കാര്യം മാത്രം കൈമാറ്റം ചെയ്തില്ല, ഒരു കാര്യം മാത്രം പത്രോസിന്റെ കയ്യിൽ കൊടുത്തില്ല, അത് സഭ എന്ന സംവിധാനമാണ്. യേശു പറഞ്ഞു, പത്രോസേ, അത് നിനക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം പാതാള ഗോപുരങ്ങൾക്ക് എതിർപ്പുള്ള പൈശാചിക ലോകത്തിന്റെ ഏറ്റവും ശക്തമേറിയ എതിർപ്പുകൾ വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് നീ കൂടെ നിന്നാൽ മതി, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. ഇനി പ്രബുദ്ധരായ മലയാളി സമൂഹത്തോട്, ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ദൈവമക്കളോട് സ്നേഹാദരവുകളോട് ചോദിക്കട്ടെ, കേരളത്തെ പഠിച്ചാൽ, ഭാരതത്തെ നോക്കിയാൽ, ലോകത്തെ നോക്കിയാൽ, അല്പമെങ്കിലും ലോകപരിചയമുള്ള, അല്പമെങ്കിലും ലോകത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മാനുഷിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ചോദിക്കട്ടെ, ഈ രണ്ട് സംവിധാനങ്ങളോടല്ലേ കാലങ്ങളായി, കൊല്ലങ്ങളായി, വർഷങ്ങളായി പൈശാചിക ലോകത്തിന് എതിർപ്പുള്ളത്? സഭകൾ തമ്മിലുണ്ടാകുന്ന ഭിന്നതകൾ, തമ്മിലടികൾ, അനൈക്യതകൾ, വഴക്കുകൾ, ശരിക്കും സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകേണ്ട മനുഷ്യർക്കും പോലീസുകാർക്കും നാട്ടുകാർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ട സഭയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ പോലീസ് അധികാരികൾ പോലും രംഗത്തിറങ്ങത്തക്ക നിലകളിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിന് പിറകിൽ അച്ഛനോ തിരുമേനിയോ പാസ്റ്ററോ അല്ല, പാതാള ഗോപുരത്തിന്റെ ശക്തികളാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ ഈ രണ്ട് സംവിധാനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതായ
അതിനെ ചേർത്ത് പിടിക്കേണ്ടതായ ഒരു ദൗത്യം, ഒരു ഉത്തരവാദിത്വം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട, വിളിക്കപ്പെട്ട ദൈവമക്കൾക്കുണ്ട് എന്ന സത്യത്തെ മറന്നുപോകരുത്. നിങ്ങൾ പോലും അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ അധരത്തിൽ നിന്നും നിങ്ങളെ കൊണ്ട്, നിങ്ങളുടെ നാക്കുകൊണ്ട് കുറ്റം പറയാൻ, സഭയ്ക്കെതിരായി സംസാരിക്കാൻ, അഭിഷിക്തന്മാർക്കെതിരായി സംസാരിക്കാൻ, ദൈവസഭയുടെ സംവിധാനങ്ങൾക്ക് എതിരായി സംസാരിക്കാൻ നിന്റെ അധരത്തെ പോലും പിശാച് കയ്യിലെടുക്കുന്നെങ്കിൽ പുറത്തുള്ളവൻ എത്രയധികമെന്ന് നീ തിരിച്ചറിയണം. അതുകൊണ്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കരുത്. പ്രധാനമായി കാണേണ്ടതിനെ ഇമ്പോർട്ടന്റ് ആയി കാണുവാനും, നിസ്സാരമായി കാണേണ്ടതിനെ നിസ്സാരമായി കാണുവാനും, ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളുവാനും, തിരസ്കരിക്കേണ്ടതിനെ തിരസ്കരിക്കുവാനും ഒരു ദൈവവൈതലിന് കഴിഞ്ഞാൽ അവന്റെ ആത്മീക ജീവിതം അവിടെ വിജയിക്കുകയാണ്. ചങ്കാണേ എന്ന് നമ്മൾ ഇന്ന് പാടി. അപ്പോസ്തലനായ പൗലോസ്ലീഹ അപ്പോസ്തല പ്രവർത്തികളിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്. യേശു തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭയും ആട്ടിൻകൂട്ടവും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും വഴിയിൽ യാചിക്കുന്ന, ഭിക്ഷാടനം നടത്തുന്ന ഒരു ഭിക്ഷക്കാരന് വരെ അല്പമായ സമ്പാദ്യങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഭക്ഷിക്കുന്നത്, വസ്ത്രം ധരിക്കുന്നത്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്, ജീവിതം നയിക്കുന്നത് നിങ്ങളെ ദൈവം വിവിധ നിലകളിൽ കരുതുന്ന കാരണം കൊണ്ടാണ്. എന്നാൽ ഇവിടെ ഇരുന്നു കൊണ്ട് യേശു കർത്താവെ 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ വന്ന് ജനിച്ച്, ജീവിച്ച്, മരിച്ചടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത അങ്ങയുടെ ജീവിതം 33.5 കൊല്ലം ഈ ഭൂമിയിൽ ത്യാഗം സഹിച്ച്, കഷ്ടത അനുഭവിച്ച് അങ്ങ് നേടിയെടുത്തത് ചങ്കിലെ ചോര കൊണ്ട്, വിലാപ്പുറത്തുനിന്നൊഴുകിയ രക്തം കൊണ്ട് അങ്ങ് സമ്പാദിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ തിരുവെഴുത്തുകൾ തരുന്ന ഉത്തരം അവന്റെ സഭയാണ്, അവന്റെ ജനമാണ്. ദൈവം പ്രാധാന്യത കൊടുക്കുന്നതിന് ഞാൻ പ്രാധാന്യത കൊടുക്കുന്നു. ദൈവം വിലയേറിയതായി കാണുന്നതിനെ, ഈ വിശുദ്ധ ബൈബിൾ വിലയേറിയതായി പഠിപ്പിക്കുന്നതിനെ ഞാനും വിലയേറിയതായി തന്നെ കാണുന്നു. അതിനെ അങ്ങനെ തന്നെ നിങ്ങൾക്കും കാണാൻ കഴിഞ്ഞാൽ അടിവരയിട്ട് വിളിക്കാം, നീ ഒരു ആത്മീയനാണ് എന്ന്. ഒരു യാഥാർത്ഥ്യം എന്റെ പ്രിയ മക്കളോട് എന്നതുപോലെ ഞാൻ പറയുന്നു. കർത്താവിന് വേണ്ടിയോ, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടിയോ നിങ്ങളൊരു കുഞ്ഞു വിരലെങ്കിലും അനക്കിയിട്ടുണ്ടെങ്കിൽ സഭയുടെ ഉടമസ്ഥൻ ടിനു ജോർജ് അല്ല. സഭയുടെ ഉടമസ്ഥൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സൂപ്രണ്ട് അല്ല. സഭയുടെ ഉടമസ്ഥൻ IPCയുടെ സൂപ്രണ്ട് അല്ല, അല്ലെങ്കിൽ അതിനകത്ത് സെക്രട്ടറി അല്ല. ഈ ലോകത്തിലെ ഒരു മത മേലധ്യക്ഷന്മാരുമല്ല. സഭയുടെ ഉടമസ്ഥൻ ഈ ഭൂമിയിൽ കാണുന്ന ഒരു വ്യക്തിത്വമല്ല. സഭയുടെ ഉടമസ്ഥൻ സഭയ്ക്ക് വേണ്ടി ജീവനെ തന്ന് രക്തത്താൽ വീണ്ടെടുത്ത സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഈ രണ്ട് പ്രധാനമായ വിഷയങ്ങളിൽ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ദൈവസഭകൾക്കെതിരെയും കുടുംബങ്ങൾക്കെതിരെയും പൈശാചിക ലോകം 24/7 365 ഡേയ്സ് അവൻ വർക്കിങ്ങിലാണ്. ഒരിമ പോലും അടയാതെ കർത്താവ് നിർത്തിയിരിക്കുന്നത് കൊണ്ടും അവൻ നമ്മളെ നോക്കുന്നത് കൊണ്ടും ഒരു പറ്റം ദൈവജനം ഈ സത്യം മനസ്സിലാക്കി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ദൈവിക വാഗ്ദത്തങ്ങൾ ഒരു നിക്ഷേപമായി കലവറയിൽ നിലകൊള്ളുന്നത് കൊണ്ടും സ്വർഗം നമ്മളെ നടത്തുകയാണ്. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറയണം, കൈത്താങ്ങലുകൾ ആവശ്യമാണ്. ഇപ്പുറത്തിരിക്കുന്ന ആളിനോട് പറയണം, ദൈവം തളർത്തുന്നവനല്ല താങ്ങുന്നവനാണ്. ദൈവം തളർത്തുന്ന, ഒന്നുകൂടെ പറയണം, ദൈവം തളർത്തുന്നവനല്ല താങ്ങുന്നവനാണ്. അവന്റെ മക്കളുമാര് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ. ഇനി ഞാൻ നിങ്ങളോട് പറയാം, അതേ സ്വഭാവം നിങ്ങളും കാണിക്കണം. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് താഴ്വരയിൽ അതിശക്തമായ യുദ്ധം ജോഷുവയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്.
ആ സന്ദർഭത്തിൽ വിശുദ്ധ തിരുവെഴുത്തുകളിൽ പറയുന്നുണ്ട്, മോശയോട് ദൈവം അറിയിച്ചു, മോശെ നിന്റെ കൈ ഉയർത്തിപ്പിടിക്കണം. എപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന ചില ഫിസിക്കലായ ഒബീഡിയൻസുകൾ, ശാരീരികമായ അനുസരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അതെന്താ ഉദ്ദേശിച്ചത് എന്ന്. കൈ ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞത് മോശയോടാണ്. കൈ ഉയർത്തേണ്ടത് മോശയാണ്. വല്ലോനും കൈ ഉയർത്തിപ്പിടിച്ചാൽ പറ്റുകയില്ല. മോശയോട് കൈ ഉയർത്താൻ പറഞ്ഞെങ്കിൽ മോശ തന്നെ കൈ ഉയർത്തണം. അതൊരു ഫിസിക്കൽ ഒബീഡിയൻസ് ആണ്, ശാരീരികമായി കാണിക്കുന്ന അനുസരണം. കാരണം ശരീരത്തിന്റെ ഭാഗമാണ് കൈ എന്ന് പറയുന്നത്. എന്നാൽ ഒരു സന്ദർഭത്തിൽ ഈ മോശയുടെ കരം മണിക്കൂറുകൾ ഉയർത്തിപ്പിടിച്ച് ആ കൈ കിഴയ്ക്കുമ്പോൾ ഇസ്രായേൽ ജനം പതുക്കെ പരാജയപ്പെടാൻ തുടങ്ങി. അമാല്യോക്യർ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. താഴ്വരയിൽ നിന്ന് മുൻനിരയിൽ നിന്ന് പടവെട്ടി പോരാടുന്ന ജോഷുവ കൂടെ കൂടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, മോശയുടെ കൈ ഉയർന്നു തന്നെ ഇരിക്കുകയാണോ എന്ന്. കാരണം കായിക ബലം കൊണ്ടല്ല ഈ യുദ്ധം ജയിക്കേണ്ടത്, ആത്മതലത്തിലെ യുദ്ധമാണ്. ഇസ്രായേൽ ജനത്തിന്റെ വീറും വാശിയും ഊരും കുറയുമ്പോൾ ജോഷുവായ്ക്ക് മനസ്സിലായി, എവിടെയോ മോശയുടെ കരം കിഴയ്ക്കുന്നുണ്ട് എന്ന്. ആ ഫിസിക്കൽ ഒബീഡിയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ കാര്യത്തിനകത്തും. ഞാൻ അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ ഗൗരവമായി പഠിപ്പിക്കും. അവിടെ അഹരോനും ഹൂരും രണ്ടുപേർ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മോശയുടെ കരം താങ്ങിപ്പിടിച്ചു. കൈ കൊടുത്ത് പറയുക, കൈത്താങ്ങൽ. ആ കരം താങ്ങിപ്പിടിച്ചതിൽ ഒരു വ്യക്തിയാണ് ഹൂര് എന്ന് പറയുന്നത്. ചരിത്രങ്ങൾ പലത് പിന്നിടുമ്പോൾ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 30-ാമത്തെയും 33-ാമത്തെയും വാക്യം വായിക്കുമ്പോൾ നോക്കുവിൻ, യഹോവ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പോർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. പുറപ്പാട് 35-30 വാക്യം. നോക്കുവിൻ, യഹോവ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പോർ ചൊല്ലി വിളിച്ചു. ദൈവം ആരെയാണ് പോർ ചൊല്ലി വിളിച്ചത്? ഹൂരിന്റെ കൊച്ചുമകനെ. ആരാണ് ഹൂര്? മോശയുടെ കൈ താങ്ങിയ മനുഷ്യൻ. എന്തായിരുന്നു ബസലേലിന്റെ പ്രത്യേകത? 33-ാം വാക്യത്തിൽ ബസലേലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരുന്നു. എത്ര ശക്തമേറിയ ഒരു വാക്കാണെന്നറിയാതെ. ദിവ്യാത്മാവിനാൽ. That is not a normal spirit, that is a divine spirit. ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് അവനെ നിറച്ചു. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ സങ്കൽപ്പിച്ചുണ്ടാക്കുന്നവനായിരുന്നു സകലവും. ബസലേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അവൻ സങ്കൽപ്പിക്കുന്നത്, അവൻ ഇമാജിൻ ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യപ്പെടുവായിരുന്നു. ഒന്ന് ഓർത്തു നോക്കിയ മക്കളെ, യൗവനക്കാരെ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട ആത്മീക മക്കളെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നിങ്ങളുടെ മക്കളുമാർ, നിങ്ങളുടെ തലമുറകൾ ദിവ്യാത്മാവിനാൽ നിറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ആർക്കുമില്ലാത്ത ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യങ്ങളുമുള്ള നല്ല കുഞ്ഞുങ്ങളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? അവരുടെ മൈൻഡിൽ അവർക്ക് ഇമാജിൻ ക്രിയേറ്റിവിറ്റി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബസലേലിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരുന്നു. സമാഗമന കൂടാരം പണിയാൻ ആ സമാഗമന കൂടാരത്തിന്റെ പടം വരച്ച ആർക്കിടെക്ട് ബസലേലാണ്. എന്താ സമാഗമന കൂടാരം? ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയ,
ദൈവമഹത്വത്തിന്റെ നടുവിൽ പുരോഹിതന്മാർക്ക് നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാത്ത നിലകളിൽ ദൈവത്തിന്റെ ഗ്ലോറി മേഘം ഇറങ്ങി വന്ന സ്ഥലം, ദൈവം തന്റെ ജനത്തോട് സംസാരിച്ച ഇടം, ദൈവം മോശയോട് അഭിമുഖമായി സംസാരിച്ച ഇടം, ഈ നിലകളിൽ ദൈവം ഇറങ്ങി വന്ന സമാഗമന കൂടാരം. ചർച്ച് എന്നെ നോക്കണം, തല ഉയർത്തി പിടിച്ചു നോക്കണം. ഇന്ന് തല കുനിക്കരുത്, അടുത്ത ആഴ്ച കുനിച്ചോ. ഇന്ന് തല ഉയർത്തി പിടിക്കണം. കാരണം ഇന്ന് വേൾഡിനകത്തുനിന്ന് ഒരു പ്രൊഫറ്റിക് ഇവിടെ റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സമാഗമന കൂടാരം പണിയാന്ന് പറഞ്ഞ എന്താ? ദൈവത്തിന് ഇറങ്ങി വരാനുള്ള ആലയം പണിതു. അത് ദൈവം പറഞ്ഞ അളവിൽ, ദൈവം പറഞ്ഞ നിലയിൽ. വിളക്കിരിക്കേണ്ടടുത്ത് വിളക്ക്, തിരശീല വരേണ്ടടുത്ത് തിരശീല, നിയമപ്പെട്ടകം വരേണ്ടടുത്ത് നിയമപ്പെട്ടകം. കൃത്യമായ അളവിലും അനുപാതത്തിലും വ്യക്തതയോടെ ഈ സമാഗമന കൂടാരം വരച്ച് എഴുതി കുറിച്ച് പണിയാൻ മുഴുവൻ ഡീറ്റെയിൽസ് മുമ്പിൽ വെച്ച് കൂടെ നിന്ന ആർക്കിടെക്ചർ കോൺട്രാക്ടറാണ് ബെസലേൽ. പിതാക്കന്മാർ അഭിഷിക്തന്മാരുടെ കൈ താങ്ങിയപ്പോൾ തന്റെ അപ്പന്റെ അപ്പനായ ഹൂര് ദൈവത്തിന്റെ പ്രവാചകനും ദൈവത്തിന്റെ അഭിഷിക്തനുമായ മോശയ്ക്ക് ഒരു കൈത്താങ്ങലായി നിന്നപ്പോൾ അടുത്ത ജനറേഷനെ മഹത്വം ഇറങ്ങുന്ന ആലയം പണിയാൻ ദൈവം ഉപയോഗിച്ചു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം, എന്റെ തലമുറ നശിച്ചു പോകരുത് എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് വേണ്ടി നീ ചുവട് വെക്കുക, നിലകൊള്ളുക, കൈത്താങ്ങലാകുക.